കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷ് ഏട്ടന് ഒരു പുതിയ ജാതകം എഴുതിക്കാനായി ഹരീഷും സുധീഷും ഒരു ജ്യോത്സ്യൻ്റെ അരികിൽ എത്തിയിരിക്കുകയാണ്. ജനിച്ച സമയം അറിയില്ലെങ്കിൽ എഴുതാൻ കഴിയില്ലെന്ന് ജ്യോത്സ്യർ പറയുന്നുണ്ടെങ്കിലും നല്ലൊരു ജാതകം എഴുതാനായി സുധീഷ് ജ്യോത്സ്യരെ ഭീഷണിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഹരീഷും സ്വാമിയോടായി പറയുന്നുണ്ട്, സ്വാമി, കല്യാണം നടക്കാത്ത വിഷമത്തിൽ സുധീഷ് ഏട്ടൻ അതിരുവിട്ട് സംസാരിച്ചതാ. ഞങ്ങൾക്ക് വേണ്ടത് നല്ലൊരു ജാതകമാ, അത് സ്വാമി എഴുതി തരണം. അതിനുള്ള കാശ് ഞാൻ തരാം പ്ലീസ് എന്നവൻ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും സ്വാമി ആലോചനയോടെ ഇരിപ്പാ. അതുകൊണ്ട് സുധീഷും ഇതിലെന്താ ഇപ്പോ ഇത്രമാത്രം ആലോചിക്കാനുള്ളത്? ഒരു ജാതകം എഴുതി താ എന്ന് പറയേ സ്വാമി ഒരു ജാതകം എഴുതി ഹരീഷിന് നൽകുകയാ. കണ്ടോ, അത്രയുള്ളൂ കാര്യം, ഈസി അല്ലേ? പിന്നെ ഇത് ഏത് ജാതകവുമായിട്ടും ചേരുവല്ലോ അല്ലേ എന്ന് സുധീഷ് ചോദിക്കേ ചേരുമെന്ന് സ്വാമിയും. എല്ലാ യോഗങ്ങളും ഉണ്ടല്ലോ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കേ ഉണ്ടെന്ന് സ്വാമിയും. ഇതിപ്പോ എത്രയാന്ന് ഹരീഷ് ചോദിക്കേ 2000 രൂപ എന്ന് സ്വാമി. 2000 രൂപയോ? ഇത്ര പെട്ടെന്ന് തീർക്കുന്ന പണിക്ക് 2000 രൂപയോ? ഒരുപാട് കാശ് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് സുധീഷ് ചോദിക്കേ. കഴിയുന്നു തന്നിട്ട് പോ പിള്ളേരെ എന്ന് സ്വാമിയും. സുധീഷ് തന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്തു കൊടുത്ത് ദാ ഇത് മതിയെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോവുകയാണ്. പിന്നീട് പെൺവീട്ടുകാർ വരുന്നതറിഞ്ഞ് വീടെല്ലാം റെഡിയാക്കുകയാ നിധിയും നികേഷും സുധീഷുമെല്ലാം. നിധി അടിച്ചുവാരി വൃത്തിയാക്കുകയും നികേഷ് അവിടെ റൂം ഫ്രഷ്നർ അടിക്കുകയും ചെയ്യുകയാണ്. ചേറുമായി അങ്ങോട്ട് വരുന്ന സുധീഷും മുഴുവൻ അടിച്ചു കളയല്ലേ, അവർ വരുന്നതിന് തൊട്ട് മുമ്പ് അടിക്കണം, എന്നാലേ വാസന ഉണ്ടാവൂ എന്ന് പറയേ കുറച്ച് വാസന ഇപ്പോഴേ ഉണ്ടായിക്കോട്ടെ എന്ന് നികേഷും. വൃത്തിയാക്കിയതെല്ലാം നോക്കി വീട് ക്ലീൻ ആയിട്ടുണ്ടല്ലേ എന്ന് നിധി ചോദിക്കുക. ഈ വീട് വൃത്തിയാക്കാവുന്നതിന്റെ പരമാവധി ആയിട്ടുണ്ടെന്ന് നികേഷും. അല്ല, ഈ പെണ്ണു വീട്ടുകാർ കാണാൻ വരുന്നത് സുഭാഷ് ഏട്ടന് അറിയില്ലല്ലേ എന്ന് സുധീഷ് ചോദിക്കുക. ഇല്ല, ദേഷ്യപ്പെട്ടാലോ എന്ന് കരുതി പറഞ്ഞില്ല എന്ന് നിധിയും പറയുന്നുണ്ട്. എഴുതി പറഞ്ഞ സുഭാഷ് ഏട്ടൻ ദേഷ്യപ്പെടുമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് പറയുകയാ നല്ലതെന്നാണെന്ന് നികേഷും. ഇത്തവണയെങ്കിലും കല്യാണം നടക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിച്ചോ എന്ന് നിധി പറയേ. അതൊന്നും ശരിയാവില്ല. എന്താണിത്? വരുന്ന കുടുംബക്കാർ നന്നായിരിക്കണം, പെൺകുട്ടി നന്നായിരിക്കണം, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാനുണ്ട്. വരുന്ന ഏതെങ്കിലും ഒരാൾക്ക് പിടിച്ചു കൊടുക്കാൻ സുഭാഷ് ഏട്ടൻ എന്താ വെട്ടാൻ നിർത്തിയിരിക്കുന്ന പോത്ത് വല്ലതുമാണോ എന്നൊക്കെ സുധീഷ് പറയുന്നത് കേൾക്കെ. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? കല്യാണം നടക്കണമെന്നല്ലേ? ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടിയോ മതിയെന്ന് പറഞ്ഞോ? മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് വളവളാന്ന് പറഞ്ഞോളും എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് നിധി അവിടുന്ന് പോവുകയാ. അപ്പോഴേക്കും ഹരീഷ് തന്റെ ബൈക്കിൽ സുഭാഷ് ഏട്ടനുമായി എത്തുകയാ. വണ്ടി നിറങ്ങി സുഭാഷ് ഏട്ടനും എടാ ഹരീഷേ കാര്യം പറ എന്ന് ടെൻഷനോടെ ചോദിക്കേ. സുഭാഷ് ഏട്ടൻ വന്നേ വായെന്ന് പറഞ്ഞ് ഹരീഷ് അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും. ഹാളിലേക്ക് എത്തിയ സുഭാഷ് ഏട്ടനും എന്താ കാര്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കേ. എന്ത് പ്രശ്നം? ഒന്നുമില്ലെന്ന് നിധിയും. ഇവൻ സൈറ്റിൽ വന്ന് പെട്ടെന്ന് വായെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്കെ. പറഞ്ഞോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് ഹരീഷും. ആദ്യം സുഭാഷ് ഏട്ടൻ ഈ കസേരയിലോട്ടൊന്ന് വന്നിരുന്നേന്ന് പറഞ്ഞ് സുധീഷ് അവനെ ഒരു കസേരയിലേക്ക് ഇരുത്തുകയാണ്. എടാ എന്തിനാടാ എല്ലാരും കൂടി എനിക്കിങ്ങനെ ടെൻഷൻ തരുന്നേ? കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് സുഭാഷ് ഏട്ടനും. പറയാമെന്ന് പറഞ്ഞ് നിധി പറ എന്ന് സുധീഷ് പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്ന നിധിയും പറയിടാന്ന് സുധീഷ് നികേഷിനോടും ഹരീഷിനോടും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അവർ പേടിയോടെ നിൽക്കുകയാ. അത് കണ്ട് നിധിയും ഞാൻ പറയാമെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടനെ ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട് എന്നവൾ പറയുന്നത് കേൾക്കെ. പെണ്ണോ? അത് ശരിയെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ എഴുന്നേറ്റ് പോവാൻ ഒരുങ്ങുകയാണ്. എല്ലാവരും കൂടി സുഭാഷ് ഏട്ടനെ പിടിച്ചിരുത്തുമ്പോഴേക്കും എടാ ഇത്രയും തിരക്കിട്ട പണി നടക്കുമ്പോൾ പെണ്ണ് കാണാനാണോ നിങ്ങളെന്നെ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. നമ്മൾ അങ്ങോട്ട് പോണ്ട, അവരിങ്ങോട്ട് വരും എന്ന് നിധി പറയുന്നത് കേൾക്കെ. പെണ്ണ് ഇങ്ങോട്ട് വരുമെന്നോ? എന്തുവാടാ ഈ പറയുന്നതെന്ന് സുഭാഷ് ഏട്ടനും. പെണ്ണ് ഇങ്ങോട്ട് വരില്ല, പെണ്ണിന്റെ വീട്ടുകാർ സുഭാഷ് ഏട്ടനെ കാണാൻ വരും. എല്ലാം ഓക്കെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെന്ന് കുട്ടിയെ കാണാം എന്ന് നിധി പറയേ. എന്റെ മോളെ എന്തുവാ ഇത്, നീയും ഇമ്മാരുടെ കൂടെ കൂടിയോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. അവര് വന്ന് സംസാരിച്ചു പോട്ടെ, ബാക്കി പിന്നെയല്ലേ എന്ന് നിധിയും. പ്ലീസ് സുഭാഷ് ഏട്ടാ എന്ന് നിധി വീണ്ടും പറയേ. ഓക്കെ, ഇത്രയും മതി, സുഭാഷ് ഏട്ടൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് നികേഷ് വിളിച്ചു പറയേ. എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കുകയാ. എന്തുവാടാ ഇത് എന്ന് ദേഷ്യത്തോടെ സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ആദ്യം ഈ ഡ്രസ്സൊക്കെ മാറി മേക്കപ്പ് എല്ലാം ചെയ്ത് സുന്ദരനാവാം എന്ന് നികേഷ് പറയേ. മേക്കപ്പോ? അതൊന്നും വേണ്ട എന്ന് സുഭാഷ് ഏട്ടനും. എത്ര നിഷേധിച്ചാലും പെണ്ണ് കാണാൻ പോകുമ്പോഴുള്ള എന്റെ അവകാശമാണത്, അത് നിഷേധിക്കരുത്. എഴുന്നേൽക്കെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടനെ എഴുന്നേൽപ്പിച്ചു കൊണ്ട് പോവുകയാണ്. അപ്പൊ അത് സെറ്റ് എന്ന് ഹരീഷ് പറയേ. ദേ വായും പൊളിച്ച് നോക്കി നിൽക്കാതെ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തേ, സമയമില്ലെന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും കസേര നിരത്തിയിടുകയാണ്. അപ്പോഴാണ് പാട്ടും പാടിക്കൊണ്ട് സൈക്കിളിൽ ഭാസ്കരൻ അങ്ങോട്ടെത്തുന്നത്. പാട്ടും പാടി ഹാളിലേക്ക് എത്തിയ അച്ഛനും എന്താ ഇവിടെ എന്ന് ചോദിക്കേ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, കുറച്ചു നേരത്തിനുള്ളിൽ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആള് വരും എന്നവൾ പറയേ. പെണ്ണിന്റെ വീട്ടിൽ അതിന് എന്ന് അച്ഛനും. എന്റെ പൊന്നു നിധി, ഇങ്ങനോട് ഇതൊന്നും പറയാൻ നിൽക്കണം, ഇങ്ങനെ ഇത് കൊളാക്കാനേ നോക്കൂ, ചുമ്മാ എന്ന് സുധീഷും തടയുന്നുണ്ട്. എന്നാ പിന്നെ പറയണ്ടെന്ന് അച്ഛനും. ഒന്നും മിണ്ടാതിരിക്കെ സുധീഷേ എന്നവനെ വഴക്കു പറഞ്ഞ് നിധി വീണ്ടും അച്ഛനോടായി
സുഭാഷ് ചേട്ടന് വേണ്ടി ആലോചിച്ച കല്യാണമാ, അവരിങ്ങോട്ട് കാണാൻ വരിക എന്ന് നിധി പറയേ. സാധാരണ നമ്മൾ അങ്ങോട്ട് പോയാണല്ലോ ചായയും വടയും ഒക്കെ കഴിക്കാറ്. ഇപ്പൊ എന്താ തിരിച്ച്? ചെറുക്കന് മുടന്തോ മാലക്കണ്ണോ ഒക്കെ ഉണ്ടോ നോക്കിയതിനു ശേഷം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാ മതിയെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അച്ഛനും ചോദിക്കുക. ഏയ് അല്ല എന്ന് നിധി പറയേ. പിന്നെന്താ പുതുമ എന്ന് അച്ഛനും. വീടൊക്കെ കണ്ടതിനു ശേഷം മതിയെന്ന് അവർ പറഞ്ഞു. അതാ, അതുവരെ അച്ഛനും വീട്ടിലുണ്ടെങ്കിൽ നന്നായിരുന്നു. വരാറായെന്ന് നിധി പറയേ. രാഹുകാലം കഴിഞ്ഞ് വീട്ടിൽ നിറങ്ങുമെന്ന് അവർ പറഞ്ഞത് എന്ന് സുധീഷും പറയുന്നുണ്ട്. ഓ, ഇതൊക്കെ നേരത്തെ പറയണ്ടേ? അവസാന നേരത്താണോ പറയുന്നതെന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. മുൻകൂട്ടി അനുവാദം മേടിക്കണമായിരിക്കും. ശരിക്കും ഇതൊക്കെ ചെയ്യേണ്ടത് നിങ്ങളാ. അതിനുള്ള താല്പര്യവുമില്ല, ഗഡ്സുമില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യണം. എന്നിട്ട് കുറച്ചു നേരത്തേക്ക് വീട്ടിൽ നിൽക്കെന്ന് പറഞ്ഞാ അത് നേരത്തെ പറഞ്ഞ് സമ്മതം വാങ്ങണം. നിങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടായിട്ടൊന്നുമല്ല. പിന്നെ വരുന്നവർ ചോദിക്കുമല്ലോ, അതുകൊണ്ടാണെന്ന് ഹരീഷും. ഓ, എന്നാ പിന്നെ നിന്റെ തന്ത ചത്തുപോയി എന്ന് പറഞ്ഞ പോരെ? അത് പറ്റുമോ? ഇല്ലല്ലോ. മര്യാദ ഇല്ലാത്ത വർത്താനം പറഞ്ഞാൽ ഞാൻ എന്റെ പാട്ടിനങ്ങ് ഇറങ്ങിപ്പോവും. പറഞ്ഞേക്കാമെന്ന് അച്ഛനും ദേഷ്യത്തോടെ പറയുക. നിധിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അച്ഛൻ ആരെ ഇങ്ങനെ വിരട്ടുന്നത്? അവര് വന്നു പോകുന്നവരെ വീട്ടിലിരിക്കണം, അത്രേ വേണ്ടു എന്ന്. ഭാസ്കരനും കൈകൂപ്പി. ഓ ശരി മോളെ, ഉത്തരവ് പോലെ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാം. താങ്ക് യു എന്ന് പറഞ്ഞ് തൽക്കാലം പുറത്തിരുന്നാ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. മതി എന്ന് നിധി പറയെ. അച്ഛൻ ഉമ്മറത്തേക്ക് പോവുകയാ. അപ്പോഴേക്കും സുഭാഷ് ചേട്ടനെ റെഡിയാക്കി നികേഷ് അങ്ങോട്ട് കൊണ്ടുവരിക. സുഭാഷ് ചേട്ടനെ കണ്ട് കലക്കിയല്ലോ എന്ന് ഹരീഷ് പറയേ. പൊളിച്ചു സുഭാഷ് ചേട്ടാ, എന്തായാലും നടക്കുമെന്ന് സുധീഷും സന്തോഷത്തോടെ പറയുക. അപ്പോഴേക്കും പെൺ വീട്ടുകാരുടെ കാറിന്റെ ഹോണടി കേൾക്കുകയാ. അവരുടെ കൂടെ തന്റെ സ്കൂട്ടിയിൽ ബ്രോക്കറുമുണ്ട്. നമുക്ക് പുറത്തു നിൽക്കാം വാ എന്ന് പറഞ്ഞ് സുധീഷ് എല്ലാവരെയും വിളിക്കുമ്പോഴേക്കും സുഭാഷും കൂടെ ചെല്ലാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും നിങ്ങളിത് ഇങ്ങോട്ടാ വരുന്നത്? സുഭാഷ് ചേട്ടനാണ് ചെക്കൻ. വന്നേ, ഇവിടെ അടങ്ങിയിരുന്നാ മതി, ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരാം. ഇരിക്കെന്ന് പറഞ്ഞ് സുഭാഷിനെ ഒരു കസേരയിലേക്ക് പിടിച്ചിരുത്തി സുധീഷും കൂട്ടരും മുറ്റത്തേക്ക് ഇറങ്ങി പോവുകയാ. മുറ്റത്തെത്തിയിട്ടും അവർ കാറിൽ നിന്ന് ഇറങ്ങാതെ നിൽക്കണണ്ട്. അവരെന്ത് ഇറങ്ങാതെ എന്ന് നിധി സുധീഷിനോടായി ചോദിക്കുക. ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് സുധീഷ് കാറിനരികിലേക്ക് ഓടുകയാ. സുധീഷ് അങ്ങോട്ട് ചെന്ന് പെൺകുട്ടിയുടെ അച്ഛന് നമസ്കാരം പറഞ്ഞ് എന്താ ഇറങ്ങാത്തെ എന്ന് ചോദിക്കേ. അയാളും വാച്ച് നോക്കി സമയമായിട്ടില്ല, 4 മണി കഴിയട്ടെ. അപ്പോഴാ നല്ല സമയമെന്ന് പറയേ. സുധീഷ് ബ്രോക്കറുടെ അരികിലേക്ക് ചെന്ന് അതേ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മാത്രമല്ല ഇങ്ങോട്ട് ഇറങ്ങാനും നേരെ നോക്കണോ എന്ന് ചോദിക്കുക. അവർക്ക് ഈ സമയം, കാലം, ജ്യോതിഷം എല്ലാത്തിലും വലിയ വിശ്വാസമാ എന്ന് ബ്രോക്കർ പറയേ. എന്ന് വെച്ച് മുറ്റത്ത് വരെ വന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്നത് എന്തിനാ എന്ന് സുധീഷും ചോദിക്കുക. ഓരോരുത്തരുടെ വിശ്വാസമല്ലേ മോനെ എന്ന് ബ്രോക്കർ ചോദിക്കേ. ഇതൊക്കെ തനി അന്ധവിശ്വാസമാണേ. എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ അടുത്തേക്ക് പോവുക. എന്താ അവന് ഇറങ്ങാത്തേ എന്ന് നിധി ചോദിക്കേ. അവർക്കേ ഈ കാലത്തിലും നേരത്തിലുമൊക്കെ വലിയ വിശ്വാസമാണെന്ന്. 4 മണി കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് എന്ന് സുധീഷ് പറയേ. അച്ഛനും അങ്ങോട്ട് വന്ന് എന്താടാ ഇറങ്ങാത്തെ എന്ന് ഉച്ചത്തിൽ ചോദിക്കുക. പതുക്കെ അവരിറങ്ങിക്കോളും എന്ന് സുധീഷും പറയുന്നുണ്ട്. സുഭാഷും സംശയത്തോടെ പുറത്തേക്കും ശ്രദ്ധിച്ചിരിപ്പാ. 4 മണി ആവാറായോ എന്ന് സുധീഷ് ഹരീഷിനോടായി ചോദിക്കേ. 4 മണിയായി എന്ന് ഹരീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇറങ്ങാം, 4 മണിയായി എന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ അച്ഛനും കൂട്ടരും കാറിൽ നിന്ന് ഇറങ്ങുകയാ. ഭാസ്കരനും കൂട്ടരും അവരെ നമസ്കാരം പറഞ്ഞ് സ്വീകരിക്കുമ്പോഴേക്കും വീടിത്തിരി പഴയതാണല്ലേ എന്ന് പെൺകുട്ടിയുടെ അമ്മയും ചോദിക്കുന്നു. അകത്തേക്ക് വരുമെന്ന് വിളിച്ച് അവരെ സ്വീകരിച്ചിരുത്തുകയാ. സുഭാഷിനെ കണ്ട് ഇതാണോ പയ്യനെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ ചോദിക്കേ. അതെ, ഞങ്ങളുടെ ചേട്ടനാ സുഭാഷ് എന്ന് സുധീഷും മറുപടി പറയുന്നുണ്ട്. ചെറുക്കനെ പറ്റി അനിയനും ഭാര്യയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒറ്റ മോള നിമിഷ, ബികോം കഴിഞ്ഞു, ജോലിക്കൊന്നും അയച്ചിട്ടില്ല. ആലോചനകൾ പലതും വരുന്നുണ്ട്. ജാതകം ചേരണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമാ. എല്ലാ പൊരുത്തങ്ങളും ഉണ്ടെങ്കിലേ വിവാഹത്തിന് ഞങ്ങൾ സമ്മതിക്കൂ. അതുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ ചെന്ന് അവളങ്ങനെ നിൽക്കണ്ടെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. ജാതക പൊരുത്തമുണ്ടെങ്കിൽ ചെറുക്കനും പെണ്ണും തമ്മിൽ കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാലോ. ജാതകം ചേർന്ന പിന്നെ മറ്റൊന്നും ഞങ്ങൾ കാര്യമായിട്ട് എടുക്കാറില്ല എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുവന്ന പണിക്കരെ പരിചയപ്പെടുത്തുകയാ. ഇത് പത്തനാപുരം പത്മനാഭ പണിക്കര്, ഞങ്ങളുടെ കുടുംബ ജ്യോത്സ്യനാ. പണിക്കരോട് ചോദിച്ചേ ഞങ്ങൾ എന്തു തീരുമാനവും എടുക്കാറുള്ളൂ എന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു നിർത്തേ. ജ്യോത്സ്യരും പറയുന്നുണ്ട് വീട് പഴയതാണെങ്കിലും വാസ്തു കറക്റ്റാ. പയ്യന്റെ ജാതകം എടുത്തോണ്ട് വരാമോ എന്ന് ചോദിക്കേ. ഓ, ഇപ്പൊ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് സുധീഷ് ജാതകം എടുക്കാനായി പോവുകയാ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് നിധി പറയുന്നുണ്ടെങ്കിലും വേണ്ട മോളെ, ഇത്തിരി കഴിയട്ടെ എന്ന് പെൺകുട്ടിയുടെ അമ്മയും. സുധീഷ് ജാതകം കൊണ്ട് കൊടുത്ത് അല്ല, ഈ ജാതകം മാത്രം മതിയായിരുന്നെങ്കിലേ ഞാൻ അത് കൊണ്ടു തന്നേനെ എന്ന് പറയേ. അതുമാത്രം പോരല്ലോ, വീടിന്റെ വാസ്തു, സ്ഥലരാശി എല്ലാം അറിയണം. അതിനാ ജ്യോത്സ്യനെയും കൊണ്ട് വന്നതെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പറയുകയാണ്. ജ്യോത്സ്യർ അപ്പോഴേക്കും കവടി നിരത്തി ജാതകപ്പൊരുത്തം നോക്കാൻ തുടങ്ങിയിരുന്നു. ഗണിച്ചു നോക്കിയ ജ്യോത്സ്യരും ഒന്നും അങ്ങ് ശരിയാവുന്നില്ലല്ലോ. ജാതകം ഇപ്പൊ എഴുതിയതാണോന്ന് ചോദിക്കുക. സുധീഷും പരുങ്ങളോടെ നിൽക്കുമ്പോഴേക്കും അത് പഴയ ജാതകം കാണാണ്ടായി. അപ്പൊ പുതിയത് എഴുതിയതാന്ന് ഹരീഷും പറയുന്നുണ്ട്. ആരാ എഴുതിയത് എന്ന് ചോദിക്കേ. അത് ഇവിടെ അടുത്തുള്ള ഒരാൾ തന്നെയാ, സദാശിവ പണിക്കര് എന്ന് സുധീഷും. ആരെഴുതിയതായാലും ശരി, ഈ ജാതകം നമ്മുടെ കുട്ടിക്ക് ചേരില്ല. നമ്മുടെ കുട്ടിക്കെന്നല്ല, ഒരു രാശിക്കും ഇത് ചേരില്ല.
എന്ന് ജ്യോത്സ്യൻ പറയുന്നത് കേൾക്കെ, എടാ നല്ലൊരു ജാതകം കുറിച്ച് തരണമെന്ന് പറഞ്ഞിട്ടല്ലേ അയാൾക്ക് പൈസ കൊടുത്തത് എന്ന് സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കെ, അങ്ങോട്ട് ചെന്ന് വരട്ടാൻ നോക്കിയിട്ടല്ലേ പണി തന്നത് എന്ന് ഹരീഷും പറയുന്നുണ്ട്. വൃത്തികെട്ടവൻ എന്ന് സുധീഷ് പിറുപിറുക്കെ, ആരാടാ ഇത് എഴുതിയത് എന്ന് അച്ഛനും ചോദിക്കുക. പറഞ്ഞില്ലേ സദാശിവ പണിക്കരെന്ന് സുധീഷ് പറയേ. സദാശിവ പണിക്കരോ? ചുമ്മാ കാശ് വാങ്ങി എന്തേലുമൊക്കെ എഴുതി വിടുന്നവരായിരിക്കും അവരൊക്കെ. അതിനിപ്പം മര്യാദയ്ക്ക് ജാതകം എഴുതുന്നവരൊക്കെ കുറവല്ലേ? മുഴുവൻ കമ്പ്യൂട്ടർ ജാതകമല്ലേ? പണിക്കർ ഗുരു വെങ്കിടാചലപതി സ്വാമിയെ അറിയോ? വളരെ ഫേമസ് ആസ്ട്രോളജർ ആയിരുന്നു എന്ന് ഭാസ്കരൻ പറയെ. മരിച്ചുപോയ വെങ്കി സ്വാമിയാണോ എന്ന് ജ്യോത്സ്യനും ചോദിക്കുക. അത് തന്നെ, ഇവന്റെ ജാതകം എഴുതിയിട്ടുള്ളത് ഈ സ്വാമി എന്നച്ഛൻ പറയുന്നത് കേൾക്കെ ഞെട്ടലൂടെ ജാതകം ഉണ്ടോ എന്ന് സുധീഷും ഹരീഷിനോടായി ചോദിക്കുക. അന്നത്തെ കാലത്ത് ജാതകം എഴുതാൻ 100 രൂപ ഫീസ് വാങ്ങുന്നയാളാ. ഇവർ ഇന്നലെ ചോദിച്ച സമയത്ത് എനിക്ക് ഓർമ്മ വന്നില്ല, ഇപ്പൊ ഓർമ്മ വന്നു. യു ജസ്റ്റ് വെയിറ്റ്, ഐ വിൽ കം ബാക്ക് എന്ന് പറഞ്ഞ അച്ഛൻ എഴുന്നേറ്റ് റൂമിലേക്ക് പോവുകയാണ്. ജാതകം ഉണ്ടെന്ന് പിന്നെ എന്തിനാ പൈസ കൊടുത്തേ എന്ന് സുധീഷും ഹരീഷിനോടായി ചോദിക്കുന്നു. അച്ഛൻ റൂമിലേക്ക് പോയി ഒരു പഴയ പെട്ടിയെടുത്ത് തുറന്ന് അതിൽ സുഭാഷിന്റെ ജാതകം തിരയുകയാ. സുധീഷും നിധിയോടായി ചോദിക്കുന്നുണ്ട്, നിധി ഇതെന്താ ഇപ്പോൾ പുതിയൊരു കഥ വന്നിരിക്കുന്നത്? നമ്മൾ എത്ര തവണ ചോദിച്ചതാ, അപ്പൊ ഒന്നും പറഞ്ഞുമില്ല എന്ന് പറയേ. അതാ എനിക്കും അറിയാത്തെ എന്ന് നിധിയും. സുഭാഷിന്റെ ജാതകം തിരഞ്ഞു കിട്ടിയ അച്ഛനും അത് വന്ന് ജ്യോത്സ്യർക്ക് കൊടുക്കുമ്പോഴേക്കും ജാതകമുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അത് ഓർമ്മ വന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് അച്ഛനും. പണിക്കരും സുഭാഷിന്റെ ഒറിജിനൽ ജാതകം ഒത്തുനോക്കുകയാ. ഇത് ശരിയാവില്ല എന്ന് പണിക്കർ പറയുന്നത് കേൾക്കെ എല്ലാവരും പരിഭ്രമത്തോടെ നോക്കി നിൽപ്പാ. ഈ ജാതകം നമ്മുടെ പെൺകുട്ടിക്ക് ചേരില്ല, നമുക്ക് വേറെ പയ്യനെ നോക്കാം എന്ന് പണിക്കർ പറയുന്നത് കേൾക്കെ എല്ലാവരും പരിഭ്രമത്തോടെ പരസ്പരം നോക്കുകയാ. ഒറിജിനൽ ജാതകം കൊടുത്തിട്ടും കാര്യമില്ലപ്പോ എന്ന് നികേഷും ഹരീഷിനോടായി പറയുന്നുണ്ട്. എനിക്കറിയില്ലടാ എന്ന് ടെൻഷനോടെ ഹരീഷും. പെൺകുട്ടിയുടെ അച്ഛനും പറയുന്നുണ്ട്, ശരി നിങ്ങൾ പറഞ്ഞാ പിന്നെ വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് പണിക്കരോടായി പറഞ്ഞ് സുധീഷിനോടും കൂട്ടരോടുമായി സോറി കേട്ടോ, ജാതകം ശരിയാവില്ലെങ്കിൽ ഇത് ശരിയാവില്ലെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ എന്ന് പറയേ. നിധിയും പറയുന്നുണ്ട്, ഇത് ഇവിടെ വന്നിട്ട് പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ല, ജാതകം നോക്കിയ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന്. വന്നതുകൊണ്ടാണല്ലോ ഒറിജിനൽ ജാതകം കണ്ടത്. മാത്രമല്ല വീടും പരിസരവും കൂടി കാണണമെന്ന് ആദ്യമേ പറഞ്ഞതല്ലേ എന്ന് പെൺകുട്ടിയുടെ അമ്മയും പറയുകയാ. ഈ ഒറിജിനൽ ജാതകത്തിലും പ്രശ്നമുണ്ടോ പണിക്കരെ എന്ന് സുധീഷ് ചോദിക്കേ. അതെ, പൊരുത്തമില്ലെന്ന് മാത്രമല്ല നിങ്ങൾ കാണിച്ച ജാതകത്തിന് ഒരുപാട് പ്രശ്നമുണ്ട് എന്ന് പറയേ. അല്ല എന്ത് പ്രശ്ന എന്ന് ഭാസ്കരനും ചോദിക്കുക. ഈ ജാതകക്കാരനെ സ്ത്രീ വാഴില്ല, ഈ ജാതകക്കാരൻ ഇരിക്കുന്ന വീട്ടിലെ ഒരു സ്ത്രീക്കും ജീവിക്കാൻ പാടാണ് എന്ന് പണിക്കർ പറയുന്നത് കേൾക്കെ, ഓ അതുകൊണ്ടാണോ കല്യാണമൊന്നും നടക്കാത്തത് എന്ന് ബ്രോക്കറും ചോദിക്കുക. പണിക്കർ വീണ്ടും പറയുന്നുണ്ട്, ഈ ജാതകക്കാരന് വിവാഹ വിധിയില്ല. ഇയാൾക്ക് മാത്രമല്ല ഈ ജാതകവിധി പ്രകാരം ഇയാൾ വസിക്കുന്ന വീട്ടിലേക്ക് ഒരു സ്ത്രീ വന്ന് വാഴില്ല എന്ന് പണിക്കർ പറയുന്നത് കേൾക്കെ, അപ്പോ എന്റെ കൂടെ എന്റെ ഭാര്യ ഇല്ലാത്തതിന്റെ കാരണം ഞാനല്ല ഇവനാണല്ലേ എന്ന് അച്ഛനും മനസ്സിൽ ചിന്തിക്കുക. എല്ലാം കേട്ട് സുഭാഷും ആകെ ടെൻഷനോടെ ഇരിക്കുക. സുധീഷും ദേഷ്യത്തോടെ, ദേ അനാവശ്യം പറയാൻ നിൽക്കരുതേ, എന്റെ കല്യാണം കഴിഞ്ഞതാ, എന്റെ ഭാര്യ ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുമുണ്ട്, വെറുതെ ഇല്ലാത്തത് പറയില്ലേ എന്ന് ഒച്ചവെക്കുക. ജാതക പ്രകാരം കണ്ട കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ, ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം എന്ന് പണിക്കർ പറയെ. പെൺവീട്ടുകാർ യാത്ര പറഞ്ഞിറങ്ങുക. ആകെ ടെൻഷനോടെ ഇരിക്കുക സുഭാഷും. ഇത്രയും നാളും ഇവന്റെ കല്യാണമാവാത്തത് എന്താന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. ഇപ്പോഴല്ലേ ജനിച്ചപ്പോൾ തൊട്ടുള്ള കുഴപ്പമാണെന്ന് മനസ്സിലായത്. ഒറിജിനൽ ജാതകമോ ശരിയല്ല, കാശ് കൊടുത്തെങ്കിലും കൊള്ളാവുന്നൊരെണ്ണം എഴുതിച്ചൂടായിരുന്നു. വെറുതെ ആ പത്തനാപുരം പത്മനാഭ പണിക്കരുടെ വായിലിരിക്കുന്നത് കേൾക്കണമായിരുന്നു. ഒരു കാര്യവും വൃത്തിയായിട്ട് ചെയ്യാനും അറിഞ്ഞൂടാ എന്നാ എന്നെ കുറ്റം പറയാനൊട്ടും മടിയുമില്ല. വെറുതെ പെണ്ണ് കാണാൻ നടന്നാ പോരാ, ആരോട് പറയാൻ എന്ന് സുധീഷിനെയും ഹരീഷിനെയും എല്ലാം വഴക്കു പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഒരവസരം കിട്ടിയപ്പോൾ അങ്ങേരും കയറി കുത്താൻ തുടങ്ങി എന്ന് പിറുപിറുത്തുകൊണ്ട് സുധീഷും സുഭാഷേട്ടനോടായി. ഈ ജാതകം ഗീതകം എന്ന് പറഞ്ഞു നടക്കുന്നവരുടെ അടുത്തുനിന്ന് പെണ്ണ് നോക്കാൻ പോവരുത് സുഭാഷേട്ടാ, ഇത് മനസ്സിലെടുക്കാനായിട്ട് ഒന്നുമില്ല, ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് സുധീഷ് ആശ്വസിപ്പിക്കാനായി പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ജാതകം നോക്കാൻ ജ്യോത്സ്യരെയും കൊണ്ടു നടക്കുന്ന പാർട്ടിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെറുക്കനെ കാണാൻ ഞങ്ങൾ വരാന്ന് പറഞ്ഞപ്പോ കുഴപ്പമില്ല, പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്നവരാന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ അവരിങ്ങനെ പെരുമാറുമെന്ന് വിചാരിച്ചില്ലെന്ന് നിധി. അയാൾ ഈ നാട്ടുകാരെങ്കിലും പറഞ്ഞുവിട്ട പണിക്കരാവും, അതേ ഭാഷയും അതേ വർത്താനവും എന്ന് ഹരീഷും. അതുകൊണ്ടാണ് നിധിയുടെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പോ അയാള് ഉരുണ്ടു കളിച്ചത് കണ്ടില്ലായിരുന്നോ? ഒരു കണക്കിന് അത് ഒഴിഞ്ഞു പോയത് നന്നായി സുഭാഷേട്ടാ. വന്നപ്പോ ആ കാറിൽ നിന്ന് ഇറങ്ങാൻ സമയം നോക്കിയപ്പോ തന്നെ വട്ട് ഫാമിലിയാണെന്ന് മനസ്സിലാക്കി തിരിച്ചു വിടേണ്ടതായിരുന്നു എന്ന് സുധീഷ് പറയെ. എങ്ങാനും ഈ കല്യാണം നടന്നിരുന്നെങ്കിൽ സുഭാഷേട്ടന്റെ ഗതി എന്താവുമായിരുന്നു എന്ന് ഹരീഷും പറയുന്നുണ്ട്. അതെ, രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച മതി സുഭാഷേട്ടാ, വെറുതെ വിഷമിക്കൊന്നും വേണ്ടെന്ന് സുധീഷും പറയുക. അപ്പോഴും സുഭാഷ് വിഷമത്തോടെ തലയും കുനിച്ചിരിപ്പാ. സുധീഷ് വീണ്ടും പറയുന്നുണ്ട്, ഇതിനൊക്കെ കാരണം ഞങ്ങൾ തന്നെയാ, ഇങ്ങനെ ഒരു ഫാമിലിയാണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലെന്ന്. അതുകൾക്ക് സുഭാഷ് ഏട്ടനും എഴുന്നേറ്റ് ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോവുകയാണ്. സുഭാഷ് ഏട്ടനെ വിളിക്കേണ്ടിയിരുന്നില്ല, നമ്മൾ മാത്രം ആദ്യം സംസാരിച്ച മതിയായിരുന്നു എന്ന് നിധി പറയെ. ഏട്ടന് ശരിക്കും ഹേർട്ട് ആയിട്ടുണ്ടെന്ന് നികേഷും പറയുന്നുണ്ട്. അത് മാറിക്കോളൂടാ, നമ്മുടെ ഏട്ടനല്ലേ, നിനക്കറിഞ്ഞൂടെ എന്ന് നികേഷിനെ ആശ്വസിപ്പിച്ച്. എന്നാലും ആ പണിക്കരെ വെറുതെ അങ്ങനെ പറഞ്ഞു വിട്ടത് ശരിയായില്ല.
അയാളുടെ ഒരു കവടിയും മാങ്ങാത്തൊലിയും അടിച്ച് ശരിയാക്കാനാ തോന്നിയേ എന്ന് സുധീഷും ദേഷ്യത്തോടെ പറയുകയാ. റൂമിലെത്തിയ സുഭാഷും സങ്കടത്തോടെ കട്ടിലിൽ ഇരിക്കുക. അവന്റെ മനസ്സിലപ്പോഴും പണിക്കർ പറഞ്ഞ വാക്കുകളായിരുന്നു. ഈ ജാതകക്കാരന് വിവാഹ വിധിയില്ല. ഈ ജാതകക്കാരനിരിക്കുന്ന വീട്ടിലെ ഒരു സ്ത്രീക്കും ജീവിക്കാൻ പാടാണ്. ഇയാൾക്ക് മാത്രമല്ല, ഇയാൾ വസിക്കുന്ന വീട്ടിലേക്ക് ഒരു സ്ത്രീ വന്ന് വാഴില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ സുഭാഷും സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് വീട്ടുകാരുമൊത്തുള്ള സ്നേഹ നിമിഷങ്ങൾ ഓർത്തെടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.